എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായില്ലേ വലിയ വീഡിയോ ഇട്ടിട്ട്. എന്നും വിചാരിക്കും വലിയ വീഡിയോ ഒക്കെ ഇടണമെന്ന്, പക്ഷെ തിരക്ക് കാരണമാണ് ഇടാത്തത്. എല്ലാവരും പറയാറുണ്ട് മുന്നത്തെ വീഡിയോ ഒക്കെ നല്ലതായിരുന്നല്ലോ, ഇപ്പൊ എന്താ അങ്ങനത്തെ വീഡിയോകളൊന്നും ചെയ്യാത്തത്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വലിയ വീഡിയോകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുന്നുണ്ടായിരുന്നത് കേട്ടാ. എന്തായാലും ഇടയ്ക്കെങ്കിലും ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അവിടെ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടാ. നമുക്ക് ഇന്നൊരു മുതിരത്തോരൻ ഉണ്ടാക്കാം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുതിരയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള മുതിരയൊക്കെ അതിലേക്ക് വാരിയിട്ട് കൊടുക്കാം. വെള്ളമില്ലാണ്ട് വേണിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മുതിര വറുത്ത് വെക്കുന്നതാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ. വെറുതെ നമ്മൾ അങ്ങോട്ട് കുക്കറിലിട്ട് വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതേ നമ്മളുടെ മുതിരയൊക്കെ നല്ല ചുവപ്പ് കളറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് മുതിര വേവിക്കാനായിട്ട് വെക്കാം. അതിനു വേണ്ടി നമുക്ക് ഒരു കുക്കറിലേക്ക് മുതിര വറുത്തത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പ് ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവണം എന്ന് താല്പര്യമുള്ളവർക്ക് അത്രയും വേവിക്കട്ടെ. എനിക്ക് അത്ര മുതിര വേവണത് ഇഷ്ടമല്ല. ഒന്ന് ചെറുതായിട്ട് കടിക്കും വേണം. അപ്പൊ ആ പാകത്തിന് നമ്മൾ മുതിര വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഞ്ഞുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് നാളികേരം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നാളികേരം വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതിട്ടാ. നാളികേരം ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ഈ ഉള്ളി മൂപ്പിച്ചതിലേക്ക് വെറുതെ മുതിര വേവിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്ത് കുത്തി കാച്ചെടുത്താലും നല്ലത് തന്നെയാണ് കേട്ടാ. നമ്മളിപ്പോ നാളികേരം കുറച്ച് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് നല്ല തോരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് മുതിരത്തോരനും നല്ല കടച്ചക്കക്കറിയാണ് കേട്ടോ. കടച്ചക്കക്കറി നമ്മൾ ചിക്കൻ കറി വെക്കുന്ന അതേപോലെയാണ് വെച്ചിട്ടുള്ളത്. കടച്ചക്കക്കറിയുടെ റെസിപ്പി നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് അതുപോലെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അതേ നമ്മള് ഇന്നത്തെ പാചകങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഇടാനായിട്ട് നമ്മൾ കുറേ ലേറ്റ് ആയി പോയി. അപ്പൊ അതേ നമ്മള് തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വന്നതാണ് കേട്ടാ. കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. എന്നും വിചാരിക്കും ഇടണമെന്ന്, പക്ഷെ നമ്മളുടെ തിരക്ക് കാരണം ഈ വീഡിയോ അങ്ങ് നീണ്ടു പോയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സിബിഷൻ കാണാൻ പോയതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ എടുത്തു വെച്ചു, പക്ഷെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ദേ നമ്മൾ എക്സിബിഷനൊക്കെ കാണാൻ വന്നതാണ് കേട്ടാ. പതിവ് പോലെ തന്നെ നമ്മളുടെ എക്സിബിഷനില് ഫസ്റ്റ് സ്റ്റാള് രാജസ്ഥാൻ ബെഡ്ഷീറ്റ് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോ ഒന്നും മേടിക്കൊന്നും വേണ്ട, വെറുതെ എക്സിബിഷൻ കണ്ടിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. പക്ഷെ അവിടെ ചെല്ലുമ്പോ എന്തായാലും എന്തെങ്കിലുമൊക്കെ മേടിക്കും നമ്മള്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. നമ്മൾ അവിടെ എത്തിയപ്പോ ഒരു 9-9:30 ആയിട്ടാ. അത്രയും ലേറ്റ് ആയിട്ട് ചെന്നപ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല, കടകളൊക്കെ അടച്ചു പോയിണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ എങ്ങനെ പോയാലും ഒരു 11 മണി വരെയെങ്കിലും എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേണ്ട ആൾക്കാരും ഉണ്ടായിരുന്നു. നമ്മൾ തന്നെയൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത്രയും ആളുകളുടെ ഇടയിൽ ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പരിചയപ്പെടുന്നത് വലിയൊരു കാര്യമല്ലേ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേച്ചിനെ നമ്മളിവിടെ വെച്ച് കണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ആ ചേച്ചി. അങ്ങനെ നമ്മൾ ആ ചേച്ചിയുടെ കൂടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഒരുപാട് സന്തോഷമായിട്ടാ.
എക്സിബിഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേ ഇവിടുത്തെ മത്സ്യകന്യകേനെയാണ് ട്ടാ. ഒരുപാട് സന്തോഷായി ഇത് കണ്ടപ്പോ. ഒരു പ്രത്യേക കാഴ്ച. നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചയിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ. അപ്പൊ അതേ എക്സിബിഷൻ കഴിഞ്ഞോന്ന് പോലും എനിക്കറിയില്ല ട്ടാ ഇപ്രാവശ്യത്തെ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇടുന്നത്. എന്നാലും എക്സിബിഷൻ കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കണ്ടോളൂ ട്ടോ. നല്ലൊരു കാഴ്ചയാണിത്. അങ്ങനെ ദേ നമ്മൾ എക്സിബിഷൻ ഒക്കെ കണ്ടിറങ്ങി. വലിയ കുഴപ്പമുണ്ടായില്ല ട്ടോ എക്സിബിഷൻ. എന്നാലും സ്റ്റാളുകളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മത്സ്യകന്യക എന്തായാലും അടിപൊളിയായിരുന്നു ട്ടോ. റൈഡിലൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് കേറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന കാഴ്ചയിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കയറി ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു ട്ടോ. കുഴപ്പമില്ല. നല്ല ഭക്ഷണമായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.